സ്നേഹമുള്ളവരെ, വീണ്ടെടുപ്പ് എന്നൊരു വാക്കുണ്ട്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിച്ച് വീണ്ടെടുക്കണം. ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിച്ച് വീണ്ടെടുക്കണം. ആ വീണ്ടെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും. ഭർത്താവിന് മനക്കെട്ടി കൂടുതൽ, ഭാര്യയ്ക്ക് ആത്മശക്തി കൂടുതൽ. ഭർത്താവിന് തൊലിക്കെട്ടി കൂടുതൽ, ഭാര്യയ്ക്ക് തൊലിക്കെട്ടി കുറവ്. അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കണം. രാത്രിയിൽ വീടിൻ്റെ പുറത്ത് ഒരു ശബ്ദം കേട്ടോ, ഭർത്താവ് ടോർച്ചുമായി ഇറങ്ങും. ഭാര്യ വട്ടം കെട്ടിപ്പിടിച്ച് പറയും, പൊന്നുമനുഷ്യ പോകല്ലേ, പാമ്പാണേ ചേമ്പാണേ കൂമ്പാണേ പോയേക്കരുതേ. അവൾക്ക് മനക്കെട്ടി കുറവാണ്, പേടിയാണ്. അതേസമയം നല്ല കട്ടിയുള്ള പണി ചെയ്യാൻ ആണുങ്ങൾക്ക് പറ്റും. നല്ല കട്ടിയുള്ള പണി ചെയ്യാൻ ആണുങ്ങൾക്ക് പറ്റും. സ്ത്രീകൾക്ക് അത്രയും ഒപ്പത്തിന് നിൽക്കാൻ പറ്റിയല്ല, തൊലിക്കെട്ടി. ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പലോ പിടിച്ച പോലെ പാറപ്പുറം പോലെ വലിയ കട്ടി. പക്ഷേ പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ ഡള്ളമെത്തയിലോ മോഡേൺ ബെഡിലോ തൊട്ട പോലെ ഒരു നല്ല മയം. തൊലിക്കെട്ടിക്ക് വ്യത്യാസമാണ്. ഇനി സഹനശക്തി, സഹിക്കാനുള്ള ശക്തി സ്ത്രീക്കാണ് കൂടുതൽ, ആണുങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി ഉലുക്കം സഹിക്കാൻ പറ്റുകയില്ല. പക്ഷെ നല്ല അമ്മമാർ കുഴൽ പഠിത്താലും പറയും, ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു വലിയ മൂളൽ മാറുമോ. തലച്ചോറി പഴുപ്പാ, എന്നാലും പറയും മല്ലിവെള്ളം കുടിച്ചാൽ അറിയാം തലവേദന മാറുമോ, സഹിച്ചിരിക്കും. ഈ സഹനശക്തി സ്ത്രീക്ക് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ദൈവം പ്രസവിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്ക് ഇല്ലേ ഇല്ല. സഹനശക്തി കൂടുതൽ അവൾക്കാണ് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയോട് കൂടുതൽ സ്നേഹം കാണിക്കും. കാരണം സഹിക്കുന്ന അമ്മയോടാണ് വീടിനെ നയിക്കുന്ന അപ്പനേക്കാൾ കുഞ്ഞുങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ്. അപ്പനോട് ആദരവുണ്ട്, പക്ഷേ സ്നേഹം അമ്മയോടാണ്. കാരണം അമ്മ ഒരുപാട് സഹിക്കുന്ന കണ്ടു. പനി വന്നപ്പോൾ ഉറക്കളച്ച് കൂടെയിരുന്നു, പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന കണ്ടു. അതുകൊണ്ട് മക്കളുടെ വർത്താനം വീണ് അമ്മയോടാണ്, അമ്മേ ഫോൺ എന്തിയേ, അമ്മേ ചെരുപ്പ് എന്തിയേ, അമ്മേ കുട എന്തിയേ, അമ്മേ ചോറെന്തിയേ. അപ്പനോട് ഒറ്റ ചോദ്യം, അപ്പ അമ്മ എന്തിയേ, ഇത്രേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ സഹിക്കാനുള്ള കഴിവ് സ്ത്രീക്ക് കൂടുതൽ. അങ്ങനെ ഒരു കുടുംബത്തിൽ ചില പ്രശ്നം വരുമ്പോൾ കൂടുതൽ സഹിച്ച് കുടുംബത്തെ വീണ്ടെടുക്കാനുള്ള ശക്തി സ്ത്രീക്കാണ് ലഭിച്ചിരിക്കുക. വീണ്ടും പ്രാർത്ഥിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാർത്ഥനാപരമുണ്ട്, ആണുങ്ങൾക്ക് അത്രയുമില്ല. വീട്ടിൽ ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ കുറവ് ഒരു ഭാര്യ പരിഹരിക്കണം. ഭാര്യയുടെ ആ പ്രാർത്ഥന മക്കളുടെ കുറവിനെയും പരിഹരിക്കും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളിൽ പറയുന്നുണ്ട്, ഉത്തമയായ ഭാര്യയുടെ വിളക്ക് രാത്രിയിലും അണയുന്നില്ല. ഉത്തമയായ ഭാര്യയുടെ വിളക്ക് രാത്രിയിലും അണയുന്നില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞും അല്പസമയം കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരിക്കണം, ഭാര്യയായിരിക്കണം. അപ്പോൾ ഈ ഒരു വീണ്ടെടുപ്പ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വീണ്ടെടുപ്പ് എന്തെല്ലാം കുറവുണ്ടോ ജീവിത പങ്കാളിക്ക്, അത് ഞാനെന്ന വ്യക്തി മനസ്സിലാക്കണം. ഒരു ഭർത്താവ് ഒരു സമയം ഒരു കാര്യം ചെയ്യും വൃത്തിയായിട്ട്, ഒരു ഭാര്യ ഒരു സമയം 10 കാര്യം ചെയ്യും, അല്പം ചിട്ടക്കുറവും വൃത്തിക്കുറവും ഉണ്ടാകും. ഇതെന്നാടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഒരിക്കലും ചോദിക്കരുത്. ഭാര്യ ചെയ്യുന്ന പണി ഭർത്താവ് ചെയ്തിരുന്നെങ്കിൽ എമ്പൻ്റെ കുടുംബത്തിൽ കൂട്ട ആത്മഹത്യ നടന്നതന്നെയായിരുന്നു. ഒരു സ്ത്രീ 10 കൂട്ടം കാര്യം ചെയ്യുമ്പം അല്പം കുറവുണ്ടാകും. ആ കുറവ് ഭർത്താവ് മനസ്സിലാക്കണം. ആണുങ്ങൾക്ക് ഒരു കാര്യമേ കൃത്യമായി ഒരു സമയത്ത് ചെയ്യാൻ പറ്റൂ, ആ തിരിച്ചറിവ് ഭാര്യയ്ക്കും ഉണ്ടാകണം. ആ തിരിച്ചറിവിലൂടെ വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ ഭർത്താവിനെ വീണ്ടെടുക്കുന്ന ഭാര്യയെ വീണ്ടെടുക്കുന്ന ഭർത്താവ്, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. എല്ലാവർക്കും നന്ദി.